back to Plans by Thana. ഇന്ന് ചിന്റെ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പോവാണ് പൊപ്പയോടൊപ്പം. അത് കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. ഇന്നൊരു 7:30 ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റിട്ടുള്ളത്. കാരണം അവർക്ക് 10 മണിക്കാണ് സ്കൂളിൽ, ഒരു 9:45 അവിടെ എത്തിയാൽ മതി. ഇവിടെ നിന്ന് തൊട്ടടുത്താണ്, ഒരു 5 to 7 minutes എടുക്കുള്ളൂ എന്നിട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുളിച്ചു, ഫ്രഷായി, പ്രയറൊക്കെ കഴിഞ്ഞ് ഇനി കിച്ചണിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ദോശ ആയി കഴിഞ്ഞിട്ട് അവരെ വിളിക്കണം. ഇന്ന് അവരുടെ ഫേവറേറ്റ് ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഇനി സ്നാക്ക് ബോക്സിൽ എന്ത് വേണം എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വെക്കും. മിക്കവാറും ദോശ കൊണ്ടുപോകാന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നട്ട്സ് കൂടിയിട്ട് വെച്ചിട്ട് കൊടുത്തു വിടാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ ഗായ്സ്. അപ്പോൾ പൊപ്പയും ചിന്തയും ഒറ്റയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ ടിഫിൻ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ സ്നാക്ക് ബോക്സിൽ നിന്ന് കൊടുത്തു വിടുന്നത് ദോശ തന്നെ വെച്ചിട്ടുണ്ട്, പിന്നെ നട്ട്സ്, ചിന്തയ്ക്ക് പഴം, പൊപ്പ പഴം കഴിക്കില്ല. ഇത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. അവർക്കത് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്, അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് വാങ്ങിച്ചത്. ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കണ്ടേ? നോക്കട്ടെ, ക്ലിപ്പ് നോക്കട്ടെ. ക്ലിപ്പ് എങ്ങനെയുണ്ട് നോക്കട്ടെ, നോക്കട്ടെ. ഫസ്റ്റ് ഡേ മാൻഡേറ്ററി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോവാണ് രണ്ടുപേരും. ഡാഡിയുടെ കൂടെ ഞാനും പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സ്കൂളിലോട്ട് കൊണ്ടുവിടാണ്. അവിടെ എത്തിയപ്പോൾ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ അകത്തോട്ട് കയറണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചിന്ത. അങ്ങനെ സ്കൂൾ പ്രിൻസിപ്പൽ രശ്മി മാമും പൊപ്പയുടെ ലാസ്റ്റ് ഇയർ ടീച്ചറും ചിന്തയുടെ ഇപ്പോഴത്തെ ടീച്ചറുമായ സുമി മാമും കൂടിയിട്ട് അവരെ റിസീവ് ചെയ്ത് കയറ്റാണ്. ബലൂണും സ്വീറ്റ്സും ഒക്കെ കൊടുത്തു. അങ്ങനെ ഫോട്ടോക്കൊക്കെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പപ്പ. ചിന്ത പിന്നെ അവിടെ ഇങ്ങനെ ഓടി നടക്കുകയാണ് ഓരോന്ന് നോക്കിയിട്ട്. അപ്പോഴാണ് അവരുടെ ഫോട്ടോ ശ്രദ്ധയിൽ പെട്ടത്. അങ്ങനെ നല്ല ക്യൂട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കും ചിന്തയ്ക്കും പപ്പയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരെ ടീച്ചർ അകത്തോട്ട് കൊണ്ടുപോയി. ചിന്തയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ക്ലാസ്സിലോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് അവിടെ നിന്നിരുന്നത്. ആള് ഫസ്റ്റ് ടൈമാണല്ലോ ക്ലാസ്സിൽ പോകാൻ പോകുന്നത്. പപ്പ പിന്നെ ഓൾറെഡി അവിടുത്തെ സ്റ്റുഡൻ്റ് ആണല്ലോ. അങ്ങനെ കണ്ടില്ലേ, ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് കരയണ കുട്ടിയും ഒന്ന് അകത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു പോകും. ഞാൻ അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ അവരെ ആക്കിയിട്ട് തിരിച്ചു പോരാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നതുകൊണ്ട് ഹസ്ബൻഡിന് തിരക്കുണ്ടായിരുന്നു. ആള് പോയിട്ടോ. എന്തായാലും അവർ ഹാപ്പി ആയിട്ട് എന്നോടൊന്നും യാത്ര പോലും പറയാതെ ഓടിക്കയറിപ്പോയി ചിന്ത പോവാണ്. പിന്നെ എനിക്ക് സ്കൂൾ ന്യൂ അല്ലല്ലോ, അപ്പോൾ പോകുന്ന സ്കൂളായതുകൊണ്ട് തന്നെ അവരിനൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ടെൻഷനൊന്നും ഇല്ല. ആദ്യമായിട്ടാക്കി പോകുമ്പോൾ നമുക്ക് അറിയാത്ത പ്ലേസ് അങ്ങനെയില്ലല്ലോ. ഞങ്ങൾ ഓൾറെഡി അവിടുത്തെ ഒരു ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ചിന്തയാണെങ്കിലും പൊപ്പനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എപ്പോഴും അവിടെ പോകുന്നതുകൊണ്ട് ചിന്തയ്ക്ക് ടീച്ചേഴ്സിനെ ആണെങ്കിലും സ്കൂളാണെങ്കിലും ഒക്കെ നല്ല പരിചയമാണ്. അപ്പോൾ എന്നോട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ ഇനി അവർ സ്കൂളിൽ പോയിട്ട് ബാക്കി ഉച്ചയ്ക്ക് പോയി വിളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ പൊപ്പനെയും ചിന്തനെയും വിളിക്കാൻ പോവാണ്. അതിനിടയ്ക്ക് ഞാൻ അവിടെ പോയി ലഞ്ച് ഉണ്ടാക്കി. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഞാൻ മെയിൻ കാര്യങ്ങൾ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കൂടുതൽ ലെങ്തി ആയിപ്പോകും വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി അവരെന്നെ വിളിച്ചിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അവരിപ്പോൾ ചിന്ത എവിടെ? ചിന്ത എന്താ പോണ്ടേ? ചിന്തക്ക് കേട്ടാ എങ്ങനെയുണ്ട് ക്ലാസ്സോ? ചിന്തക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയാ? എന്താ ചിന്ത ചിരിക്കാത്തത്? എന്താ ചിന്ത ചിരിക്കാത്തത്? സ്റ്റാർ എവിടെ? സ്റ്റാർ കാണിച്ചാ? ചിന്ത വന്നപ്പം മുഖമൊക്കെ കേട്ടിട്ടാണ് വന്നത്. എന്താ കാര്യം തിരക്കിയപ്പോൾ പൊപ്പയുടെ ക്ലാസ്സിൽ പോവാണ്ടെന്ന് പറഞ്ഞതിന് ഒന്ന് പിണങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ മാറി. പിന്നെ അവിടെ സ്ലൈഡിലൊക്കെ കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു ഊഞ്ഞാലാണ് ഫ്രീ ആയത്. അപ്പോൾ അതിൽ പപ്പനെയും കൂടി കയറ്റാൻ പറഞ്ഞപ്പം ചിന്ത കേട്ടുന്നില്ല. അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇന്നൊന്നും ഫസ്റ്റ് ഡേ അല്ലേ, ഒന്നും പഠിച്ചില്ല അല്ലേ?
എന്താ ചെയ്ത കളിച്ചാ? പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയാ? പുതിയ ഫ്രണ്ട്സ് കൊറേ ഫ്രണ്ട്സ് ഉണ്ടാ? ചിന്തയുടെ ഫ്രണ്ടിന്റെ പേരെന്താ? എന്ത്? അനുവോ? അനു എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടാ? പിന്നെയാ പപ്പയുടെ ഫ്രണ്ടോ? പപ്പയുടെ UKG. ഓക്കെ. ചിന്തയുടെ സ്കൂളിലെ ഏത് ക്ലാസ്സാ? LKG UKG? ആ. പിന്നെ പ്ലേ ഏരിയ ഒക്കെ ചിന്തയ്ക്ക് നല്ല പരിചയമുണ്ട്. പപ്പനെ വിളിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ കളിച്ചിട്ടൊക്കെ തന്നെയാണ് പോരാറ്. അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടാണ് ഫസ്റ്റ് ഡേ നമ്മൾ തിരിച്ചത്. അങ്ങനെ ഞങ്ങൾ നടന്നാണ് വരുന്നത്. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവരുടെ കൊച്ചു കൊച്ചു കുസൃതികളും പിന്നെ ആ ഒരുമിച്ചുള്ള വരവും ഒക്കെ കാണുമ്പോൾ ഏതൊരു പാരന്റിനെ പോലും എൻ്റെ മനസ്സ് നന്നായി നിറഞ്ഞു. അങ്ങനെ ഓർമ്മ പുസ്തകത്തിൽ സൂക്ഷിക്കാൻ കുറച്ച് നല്ല നിമിഷങ്ങൾ കൂടി ലഭിച്ചു. ഗായ്സ്, അപ്പോൾ ഞങ്ങള് പോയി വന്നു. ഇനി അവനെ ഒന്ന് ഫ്രഷപ്പ് ചെയ്യണം. ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. നല്ല ബഹളമാണ്. ഇനി കൂടുതലൊന്നും പറയാനൊന്നും കേൾക്കില്ല. അത്രയ്ക്കും ഒച്ചയും ബഹളത്തിലാണ് ഇവര്. നല്ല വിശപ്പായിട്ടുണ്ടാവും. പോയി വെയിലത്താണ് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.